കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചതിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയോടാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. പരോൾ അനുവദിച്ചത് സംബന്ധിച്ച എല്ലാ വസ്തുതകളും സമഗ്രമായി അന്വേഷിച്ച് എത്രയും വേഗം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. LDF സർക്കാർ അധികാരമൊഴിയുന്നതിന് തൊട്ടുമുൻപാണ് ജയിൽ വകുപ്പ് പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് പരോൾ നൽകിയത്. കേസിലെ ഒന്നാം പ്രതി ഉൾപ്പെടെ 5 പ്രതികൾക്കാണ് നിലവിൽ പരോൾ ലഭിച്ചത്. തെരഞ്ഞെടുപ്പിനിടെ പ്രതികളെ പുറത്തുവിടാൻ കഴിയില്ലെന്ന ചട്ടമുള്ളതിനാൽ കഴിഞ്ഞ ദിവസമാണ് ഇവരെ 2 ദിവസത്തേക്ക് ജയിൽ മോചിതരാക്കിയത്. ഒന്നാം പ്രതി പീതാംബരന് 3ാം തവണയും മറ്റു പ്രതികൾക്ക് 2ാം തവണയുമാണ് പരോൾ അനുവദിക്കുന്നത്. UDF സർക്കാർ അധികാരത്തിലേറി 2ാം ദിവസം തന്നെ പെരിയ കേസിലെ പ്രതികൾ പുറത്തിറങ്ങിയതോടെയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല റിപ്പോർട്ട് തേടിയത്. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയോടാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പരോൾ അനുവദിച്ചത് സംബന്ധിച്ചുള്ള എല്ലാ വസ്തുതകളും സമഗ്രമായി അന്വേഷിച്ച് എത്രയും വേഗം റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടത്. റിപ്പോർട്ട് ലഭിച്ച ശേഷം വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കാനാണ് ആഭ്യന്തര വകുപ്പിന്റെ നീക്കം. മുൻപ് ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കുന്നതിന് വിലക്കുണ്ടായിരുന്നെങ്കിൽ ഇത്തവണ പരോൾ വ്യവസ്ഥയിൽ അതില്ല എന്നതും പരിശോധിക്കും. പ്രതികൾ നാട്ടിലെത്തിയാൽ സംഘർഷ സാധ്യതയുണ്ടെന്ന പോലീസ് റിപ്പോർട്ട് അവഗണിച്ചാണ് ജയിൽ ഉപദേശക സമിതി പ്രതികൾക്ക് അനുകൂലമായി റിപ്പോർട്ട് നൽകിയതെന്ന ആക്ഷേപവുമുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.